മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുസ്ലിം ലീഗ് പരാമർശത്തിനെതിരെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി രംഗത്ത്. ലീഗിനെതിരെ വിമർശനം ഉണ്ടാവും, ഇല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധിക്ക് കിട്ടിയ ഭൂരിപക്ഷം എന്ന് പറയുന്നത് 4,10,000-ന് മുകളിലാണ്. അതുപോലെ തന്നെ പാലക്കാട് വന്നിരിക്കുന്ന ഭൂരിപക്ഷം നമുക്കറിയാമല്ലോ, 18 അതിന് മുകളിലാണ്. ഇത്ര വമ്പൻ ഭൂരിപക്ഷം കിട്ടുന്നതിൽ മുസ്ലിം ലീഗിൻ്റെ സംഘടനാ ശക്തിയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വവും ഒക്കെ വഹിക്കുന്ന പങ്ക് അവരെ രോഷാകുലരാക്കുന്നുണ്ട്, അലോസരപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, വയനാട്ടിൽ നമുക്കറിയാലോ, ഇന്ന് കണക്ക് വന്നിട്ടുണ്ട്. കണക്കിൽ LDF ഒരുപാട് നിയോജകമണ്ഡലങ്ങളിൽ 3-ാം സ്ഥാനത്തേക്ക് പോയിരിക്കുകയാണ്. ഡിവൈഡ് ഉണ്ടാക്കി ഗവൺമെൻറ്റിൻ്റെ നേട്ടവും പുരോഗമന രാഷ്ട്രീയമൊക്കെ പറയുന്നതിന് പകരം ഈ ജമാഅത്തെ ഇസ്ലാമി SDPI എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ, അതുപോലെ മറ്റു പല ചേരിതിരിവിന് ഇടയാക്കുന്ന വിഷയങ്ങളൊക്കെ പ്രചരണ വിഷയമാക്കി പോകുമ്പോൾ ഇടതുപക്ഷം ആലോചിക്കേണ്ടതാണ് അവരുടെ സ്ഥിതി എന്താവും എന്നുള്ളത്. ചോർച്ച സംഭവിക്കുന്നത് അവരുടെ വോട്ടിനാണ്. ഈ പ്രചരണം, അവരിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം, ഈ കാർഡ് മാറ്റി മാറ്റി കളിക്കുമ്പോൾ വരുന്ന വിഷയം അവരെ എങ്ങനെ തന്നെത്താൻ എങ്ങനെ ബാധിക്കും എന്നവർ ചിന്തിക്കുന്നില്ല. അതിന് വ്യക്തമായ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ വയനാട്ടിലെ അവർ ജയിച്ച മണ്ഡലങ്ങളിൽ പോലും, മന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും പല ബൂത്തുകളിലും ഇന്ന് കണക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പത്രങ്ങളൊക്കെ, 3-ാം സ്ഥാനത്താണ്. മുസ്ലിം ലീഗിനെതിരെ വിമർശനം ഉണ്ടായില്ലെങ്കിലാണ് അത്ഭുതമെന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വയനാടും പാലക്കാടും ഭൂരിപക്ഷമുണ്ടായതിൽ മുഖ്യമന്ത്രിക്ക് അലോസരമാണെന്നും കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളോട് കൂട്ടിച്ചേർത്തു. LDF ചേരിതിരിവിനിടയാക്കുന്ന വിഷയങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ചോരുന്നത് അവരുടെ വോട്ടാണെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ന് വന്ന കണക്ക് പ്രകാരം പലയിടത്തും LDF 3-ാം സ്ഥാനത്താണ്. ചോർച്ചയുണ്ടാകുന്നത് LDF-നാണ്. എന്നാൽ വയനാട്ടിലും പാലക്കാടും UDF-ന് ലഭിച്ചത് വലിയ ഭൂരിപക്ഷവും ഈ വിജയത്തിൽ ലീഗിനും പാണക്കാട് തങ്ങൾക്കുമുള്ള പങ്ക് വലുതാണെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. SDPI ജമാഅത്ത് ഇസ്ലാമി ആരോപണം ഉന്നയിക്കുമ്പോൾ ഇടതുപക്ഷം അവരുടെ അവസ്ഥ ആലോചിക്കണം. കാർഡ് മാറ്റി കളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫലം അവർ ചിന്തിക്കുന്നില്ല. മന്ത്രിമണ്ഡലത്തിലെ പല ബൂത്തുകളിലും LDF BJPക്കും പിന്നിലാണെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് ഇടതുപക്ഷത്തിന്റേതാണ്. ഭരണവിരുദ്ധ വികാരമില്ലെന്ന് ചേലക്കരയുടെ അടിസ്ഥാനത്തിൽ മാത്രം പറയാനാകില്ല. സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ്. മംഗല്യപ്പട്ടിനെന്നും സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ്, മെട്രോ പ്ലാസ, തിരൂർ റോഡ്, കോട്ടക്കൽ. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്, പരപ്പൂർ റോഡ്, കോട്ടക്കൽ. ഫോൺ 9946999976.